താൽക്കാലികമായി അടച്ചിരുന്ന വ്യോമപാത വീണ്ടും സാധാരണ നിലയിലായതായി കുവൈറ്റ് സിവിൽ ഏവിയേഷൻ ജനറൽ അതോറിറ്റി സുരക്ഷാ സാഹചര്യം വിലയിരുത്തിയ ശേഷമാണ് വ്യോമഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഇറാൻ-US സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് വ്യോമപാത താൽക്കാലികമായി അടച്ചത്. പശ്ചിമേഷ്യ വീണ്ടും കലുഷിതമായിരിക്കുകയാണ്. അശാന്തമായ അന്തരീക്ഷം, കൂട്ടനിലവിളി, തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾ, ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളുമായി കലുഷിതമായ അന്തരീക്ഷം, ചർച്ചകളെല്ലാം വിഫലമാകുന്ന കാഴ്ചയും. അതെ, ഗൾഫ് മേഖലയിലെ US സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാന്റെ ആക്രമണം തുടരുകയാണ്. പലപ്പോഴായി പല സാഹചര്യത്തിലാണ് ഇത്തരം സംഘർഷാവസ്ഥകൾ വർദ്ധിക്കുന്നത് എന്നത് ലോകരാജ്യങ്ങൾക്കിടയിലും വലിയ ആശങ്കയും ചർച്ചകൾക്കും വഴി തുറന്നിരിക്കുന്നു. അമേരിക്കയുടെ വ്യോമാക്രമണങ്ങളെ തുടർന്ന് ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും ഇറാൻ അടച്ചതും വലിയ തിരിച്ചടികൾക്കും ചർച്ചകൾക്കും വഴിവെച്ചിട്ടുണ്ട്. മേഖലയിലെ അരക്ഷിതാവസ്ഥ കാരണം ഹോർമുസ് അടയ്ക്കുന്നുവെന്നാണ് ഇറാൻ അറിയിച്ചത്. കപ്പലുകൾ പൂർണ്ണമായി നിരോധനവും ഏർപ്പെടുത്തി. അനുമതിയില്ലാതെ ഹോർമുസ് കടക്കാൻ ശ്രമിക്കുന്ന കപ്പലുകൾക്ക് നേരെ വെടിവെക്കുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയത്. എന്തായാലും നിലവിലെ സാഹചര്യം അത്രത്തോളം മോശമായിട്ട് തന്നെയാണ് പോകുന്നത്. ഇതിനിടയിൽ ഇറാൻ ആക്രമണത്തെ തുടർന്ന് താൽക്കാലികമായി കുവൈറ്റ് വ്യോമപാത അടച്ചിരുന്നു. ഇപ്പോൾ ഇതാ തുറന്നിരിക്കുകയാണ് വ്യോമപാത. വ്യോമഗതാഗതം സാധാരണ നിലയിലായെന്നും അധികൃതർ അറിയിച്ചു. കുവൈറ്റിന് നേരെ ഇന്ന് പുലർച്ചെയുണ്ടായ ആക്രമണത്തെ തുടർന്നാണ് 4:30 കുവൈറ്റ് വ്യോമപാത താൽക്കാലികമായി അടച്ചത്. എന്നാൽ സുരക്ഷാ സാഹചര്യം വിലയിരുത്തിയ ശേഷം വ്യോമഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഇറാൻ-US സംഘർഷത്തിന്റെ തുടർച്ചയായി രാജ്യത്തിന് നേരെ നടക്കുന്ന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ നേരത്തെ വ്യോമപാത താൽക്കാലികമായി അടച്ചത് യാത്രക്കാർക്കും വലിയ തരത്തിൽ തിരിച്ചടിയായിരുന്നു. കുവൈറ്റിന്റെ വ്യോമാതിർത്തിയിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ബന്ധപ്പെട്ട ആഭ്യന്തര വിദേശ ഏജൻസികളുമായി ഏകോപനം നടത്തി സ്ഥിതിഗതികൾ 24 മണിക്കൂറും നിരീക്ഷിച്ചു വരികയാണ്. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും സർവീസുകൾ സാധാരണ നിലയിലാക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. അംഗീകൃത സമയക്രമങ്ങൾ അനുസരിച്ചാണ് ഇപ്പോൾ വിമാന സർവീസുകൾ നടത്തുന്നത്. സുരക്ഷാ സാഹചര്യങ്ങൾ തുടർച്ചയായി വിലയിരുത്തുന്നുണ്ട്. എന്നാലും ആവശ്യമെങ്കിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി അധികൃതർ അറിയിച്ചു. യാത്രക്കാരുടെ സുരക്ഷയും വ്യോമഗതാഗതത്തിന്റെ സുഗമമായ നടത്തിപ്പും ഉറപ്പാക്കുന്നതിനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടത്തിവരുന്നത്. കഴിഞ്ഞ ആഴ്ചയും കുവൈറ്റിനും ബഹ്റൈനും നേരെ ഇറാൻ ശക്തമായ വ്യോമാക്രമണം നടത്തിയിരുന്നു. കുവൈറ്റ് രാജ്യാന്തര വിമാനത്താവളത്തിന്റെ 1-ാം ടെർമിനലിലുണ്ടായ ഇറാന്റെ ഡ്രോൺ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെടുകയും ചെയ്തു. മലയാളികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് അന്ന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ട സാഹചര്യവുമുണ്ടായി. ഇതോടെ പ്രവാസികൾ കടുത്ത ആശങ്കയിലാണ്. പശ്ചിമേഷ്യൻ സംഘർഷം മലയാളികൾ ഉൾപ്പെടുന്ന ഇന്ത്യക്കാർക്കും കടുത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.